5 കോടിയോളം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് യൂറോപ്യൻ ഭൂഖണ്ഡം. യൂറോപ്പിന്റെ ജനസംഖ്യയുടെ 6% ഇപ്പോൾ മുസ്ലിങ്ങളായി മാറിയിട്ടുണ്ട്. അടുത്ത കാലത്തുണ്ടായ വമ്പിച്ച കുടിയേറ്റമാണ് മുസ്ലിം ജനസംഖ്യയിൽ ഇത്ര വലിയ വർധനവുണ്ടാവാൻ കാരണം. ഇപ്പോൾ യൂറോപ്പിൽ ക്രിസ്തുമതം കഴിഞ്ഞാൽ ഏറ്റവും വലിയ മതമായി ഇസ്ലാം മതം അറിയപ്പെടുന്നു. യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്തുള്ള അൽബാനിയ, കൊസവോ, ബോസ്നിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പൗരാണിക കാലം മുതലേ മുസ്ലിങ്ങളുണ്ടെങ്കിലും പടിഞ്ഞാറൻ യൂറോപ്പിൽ അടുത്ത കാലത്താണ് മുസ്ലിങ്ങളെ കുറിച്ച് അറിയുവാനും പരിചയപ്പെടുവാനും യൂറോപ്യൻസിന് അവസരമുണ്ടായത്. യൂറോപ്പിലേക്ക് ഇസ്ലാം മതം പടർന്നത് 7-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ പേർഷ്യ കീഴടക്കിയതോടുകൂടിയാണ്. അതുപോലെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളും പണ്ടുകാലത്ത് തുർക്കിക്കാർ ഭരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ചെറിയൊരു വിഭാഗം മുസ്ലിങ്ങൾ മാത്രം ബാക്കിയാവുകയും ബാക്കിയുള്ളവരെ നിർബന്ധമായി ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം നടത്തുകയും ചെയ്തു. ഏകദേശം 100 വർഷം മുമ്പ് തുർക്കിയുടെ ഓട്ടോമൻ സാമ്രാജ്യം പൂർണ്ണമായി നിലംപതിക്കുകയും ചെയ്തു. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് ഇസ്ലാമിന് ഒരു നെഗറ്റീവായ ഇമേജ് ഉണ്ടായിട്ടുണ്ട്. ഭൂരിഭാഗം മുസ്ലിങ്ങളും സമാധാനപ്രിയരാണെങ്കിലും ചെറിയൊരെണ്ണം വരുന്ന തീവ്രവാദികൾ മുസ്ലിങ്ങൾക്ക് വലിയ ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും തൊഴിലാളികളെ ആവശ്യമുള്ളതുകൊണ്ട് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോഴും മുസ്ലിങ്ങളെ സ്വാഗതം ചെയ്യുകയും മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും മതപരമായ രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. എങ്കിലും മതവിശ്വാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഏഷ്യൻ സംസ്കാരം യൂറോപ്യൻസിന് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയതായിരുന്നില്ല. ഡെൻമാർക്കിൽ മുഹമ്മദ് നബിയുടെ കാർട്ടൂണുകൾ വരച്ചപ്പോഴുണ്ടായ വിവാദവും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഹിജാബ് നിരോധിക്കുവാൻ സർക്കാരുകൾ കാണിച്ച ഉത്സാഹവും ഏഷ്യൻ സംസ്കാരവും യൂറോപ്യൻ സംസ്കാരവും തമ്മിൽ യോജിച്ചു പോകാനുള്ള പ്രയാസങ്ങൾ എടുത്തു കാണിക്കും. എന്ന് മാത്രമല്ല, യൂറോപ്പിലെ പല രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷക്കാർ വളരുവാൻ കാരണം മുസ്ലിങ്ങളുടെ സാന്നിധ്യമാണ്. തീവ്ര വലതുപക്ഷക്കാർ മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണിക്കുകയും മുസ്ലിങ്ങൾക്കെതിരായ ഒരു വികാരം പ്രചരിപ്പിച്ച് ഇലക്ഷനിൽ നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്തു. ആദ്യം 1-2 രാജ്യങ്ങളിൽ മാത്രമുണ്ടായിരുന്ന തീവ്ര വലതുപക്ഷക്കാർ ഇപ്പോൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും 10%-ഉം 20%-ഉം വോട്ടുകൾ നേടുവാൻ തുടങ്ങിയിട്ടുണ്ട്. യൂറോപ്പിൽ 3 തരം മുസ്ലിങ്ങളുണ്ട്. ഒന്നാമത്തെ വിഭാഗം കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളായ അൽബാനിയ, ബോസ്നിയ, കൊസവോ തുടങ്ങിയ രാജ്യങ്ങളിലെ മുസ്ലിങ്ങളാണ്. നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ചെയ്യുന്ന സ്വഭാവമില്ലാത്തതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് യൂറോപ്യൻ സംസ്കാരം സ്വീകരിക്കുവാൻ സാധിച്ചു. മദ്യപാനവും നൈറ്റ് ക്ലബ്ബ് സംസ്കാരവും കിഴക്കൻ യൂറോപ്യൻ മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമായതുകൊണ്ട് അവർക്ക് യൂറോപ്പുമായി യാതൊരു തരത്തിലുള്ള അകൽച്ചയും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ വിഭാഗം മുസ്ലിങ്ങളാണ് തുർക്കിക്കാരായ മുസ്ലിങ്ങൾ. മിക്കവാറും യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും തുർക്കിക്കാർ കബാബ് ഷോപ്പുകളും ചെറുകിട ബിസിനസ്സുകളും നടത്തുന്നതായി കാണുവാൻ പറ്റും. തുർക്കിക്കാരുടെ ബിസിനസ് സാമർഥ്യവും കഠിനാധ്വാനവും യൂറോപ്യൻസ് അവരെ ഇഷ്ടപ്പെടുവാൻ കാരണമാക്കി. എന്ന് മാത്രമല്ല, തുർക്കിക്കാരുടെ ഇസ്ലാം മത വിശ്വാസം കാർക്കശ്യം കുറഞ്ഞതും യൂറോപ്യൻ സമൂഹമായി ഒത്തുപോകുന്നതുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും നല്ല സ്വീകാര്യത ലഭിച്ചു. എന്നാൽ മൂന്നാമതൊരു വിഭാഗം മുസ്ലിങ്ങൾ അടുത്ത കാലത്തായി എത്തിപ്പെട്ടവരാണ്. അവരാണ് അറേബ്യൻ മുസ്ലിങ്ങൾ. സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ കലാപമുണ്ടായപ്പോൾ എത്തിപ്പെട്ട മുസ്ലിങ്ങളും അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ പൂർണ്ണമായി തകർന്നപ്പോൾ അഭയാർത്ഥികളായി എത്തിയവരും ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഈ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾക്ക് തീവ്രമായ കാഴ്ചപ്പാടുകളും ശക്തമായ മതവിശ്വാസവും ഉള്ളതുകൊണ്ട് അവർക്ക് യൂറോപ്യൻ സംസ്കാരവുമായി യോജിച്ചു പോകാൻ പറ്റിയില്ല. എന്ന് മാത്രമല്ല, മദ്യം ഹറാമാണെന്നുള്ള വിശ്വാസം അവരെ യൂറോപ്യൻ മുഖ്യധാരയുമായി അകറ്റി നിർത്തി. അറേബ്യൻ മുസ്ലിങ്ങൾ എത്തിച്ചേർന്നതോടുകൂടി ധാരാളം തൊഴിലാളികളെ ഒറ്റയടിക്ക് ലഭിക്കുകയും സാമ്പത്തിക മേഖലയ്ക്ക് വമ്പിച്ച ഉണർവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അറേബ്യൻ സംസ്കാരത്തോട് എതിർപ്പുണ്ടെങ്കിലും അറേബ്യൻ മുസ്ലിങ്ങളെ പുറത്താക്കുവാൻ യൂറോപ്പ് ഉദ്ദേശിക്കുന്നില്ല. യൂറോപ്പിലെ ഫാക്ടറികളിലും റെസ്റ്റോറന്റുകളിലും കൃഷിത്തോട്ടങ്ങളിലും ധാരാളം അറേബ്യൻ മുസ്ലിങ്ങൾ ജോലി ചെയ്യുന്നതുകൊണ്ട് അവർ യൂറോപ്പിന് വമ്പിച്ച പ്രയോജനം ഉണ്ടാക്കി കൊടുക്കുന്നുവെന്ന് വെള്ളക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കെതിരായ അഭിപ്രായങ്ങളൊക്കെ തീവ്ര വലതുപക്ഷക്കാർ സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ യൂറോപ്പിലെ മുസ്ലിം തൊഴിലാളികളും ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ സമുദായവും തമ്മിൽ കാര്യമായ അകൽച്ചയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങൾ അൽബാനിയയും ബോസ്നിയയുമാണ്. ഈ 2 രാജ്യങ്ങളിലും മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. അതുപോലെ വടക്കൻ മസഡോണിയയിലും സൈപ്രസിലും മോണ്ടിനിഗ്രോയിലും ഉയർന്ന എണ്ണം മുസ്ലിങ്ങൾ താമസിക്കുന്നു. റഷ്യയിലും ബൾഗേറിയയിലും 10%-ലധികം മുസ്ലിങ്ങളുണ്ട്. അതുപോലെ ഫ്രാൻസിലും സ്വീഡനിലും ബെൽജിയത്തിലും 8%-ലധികം മുസ്ലിങ്ങൾ താമസിക്കുന്നു.
അടുത്ത 100 വർഷത്തിനുള്ളിൽ മുസ്ലിം ജനസംഖ്യ 25% കവിയുമെന്ന് ചില ജനസംഖ്യാ ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ മുസ്ലിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നോക്കി മാത്രമേ യൂറോപ്പിലെ ജീവിത സാഹചര്യങ്ങൾ ചിട്ടപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്ന് പല സാമൂഹ്യ ശാസ്ത്രകാരന്മാരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളിൽ ഹിജാബ് അണിയുന്നത് സാധാരണമാണെങ്കിലും യൂറോപ്യൻസിന് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളത് മുസ്ലിം പെൺകുട്ടികളുടെ വസ്ത്രധാരണ രീതിയോടാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും ഹിജാബ് ധരിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. എങ്കിലും തെരുവുകളിൽ മുസ്ലിം സ്ത്രീകൾ കൂടുതലും ഹിജാബ് അണിഞ്ഞതായിട്ടാണ് കാണുവാൻ പറ്റുന്നത്. മുസ്ലിങ്ങൾക്കെതിരായ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുവാൻ ഹിജാബ് ഇഷ്യൂ കാരണമായി. മുസ്ലിം പുരുഷന്മാർ സ്ത്രീകളെ അടക്കി ഭരിക്കുന്നു എന്നുള്ള അഭിപ്രായം പൊതുവെ യൂറോപ്പിൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ചില രാജ്യങ്ങളിൽ ശക്തമായ ഇസ്ലാമോഫോബിയ വളർന്നു വന്നിട്ടുമുണ്ട്. അമേരിക്ക അടിസ്ഥാനമായ പ്യൂ റിസർച്ച് സെന്റർ കണ്ടെത്തിയത് സ്ലോവാക്യയിൽ 77% ആളുകൾക്കും മുസ്ലിങ്ങളെ ഇഷ്ടമല്ല എന്നാണ്. മുസ്ലിം പള്ളിയില്ലാത്ത ഏക യൂറോപ്യൻ രാജ്യമായും സ്ലോവാക്യ അറിയപ്പെടുന്നു. അതുപോലെ പോളണ്ടിൽ 66% മുസ്ലിം വിരോധികളാണ്. ചെക്ക് റിപ്പബ്ലിക്കിൽ 64% മുസ്ലിം വിരോധികളുണ്ട്. ഹംഗറിയിലാണെങ്കിൽ 58% മുസ്ലിം വിരോധികളാണ്. ലിത്വാനിയയിൽ 57%, ഇറ്റലിയിൽ 55% മുസ്ലിം വിരോധികളാണ്. യൂറോപ്പിലെ മുസ്ലിങ്ങൾക്ക് താരതമ്യേന ശമ്പളം കുറഞ്ഞ ജോലികൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ചുരുങ്ങിയ എണ്ണം മുസ്ലിങ്ങൾ മാത്രമേ സമ്പന്നരാവുകയും വലിയ നിലയിൽ എത്തിപ്പെടുകയും ചെയ്തിട്ടുള്ളൂ. ഭൂരിഭാഗം മുസ്ലിങ്ങൾക്കും ഫാക്ടറി ജോലികളും റെസ്റ്റോറന്റ് ജോലികളും ചെറുകിട വ്യാപാരവും കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരു കാരണം യൂറോപ്പിലെ ഭാഷകൾ സംസാരിക്കുവാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടത്ര പ്രാവീണ്യം ഇല്ലാത്തത് കൊണ്ടാണ്. അതിനു പുറമെ റെക്കമെൻഡേഷൻ വെച്ച് ജോലികൾ കൊടുക്കുന്ന യൂറോപ്യൻ രീതി മുസ്ലിങ്ങൾക്ക് ദോഷകരമായി ഭവിച്ചിട്ടുണ്ട്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ കൂടുതൽ യോഗ്യതയുള്ളവർക്ക് കൂടുതൽ നല്ല ജോലികൾ ലഭിക്കുമെങ്കിലും യൂറോപ്പിൽ പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും റെക്കമെൻഡേഷൻ വഴിയാണ് ജോലികൾ കൊടുക്കുന്നത്. പുതുതായി യൂറോപ്പിലേക്ക് വന്ന പല മുസ്ലിങ്ങൾക്കും അത്രയധികം ആളുകളെ പരിചയമില്ലാത്തതുകൊണ്ട് നല്ല ജോലികൾ ലഭിക്കാൻ ഒരു പ്രയാസമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പല മുസ്ലിങ്ങളും ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം നടത്തുകയും നല്ല ജോലികൾ കൈക്കലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇറാനികളും തുർക്കിക്കാരുമാണ് ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തി നല്ല ജോലികൾ കിട്ടുവാൻ ശ്രമങ്ങൾ നടത്തുന്നത്. അവർക്കൊക്കെ നല്ല ജോലികൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. കാലത്തായി വ്യത്യസ്തമായ സംസ്കാരമുള്ള മുസ്ലിങ്ങളെ അംഗീകരിക്കണമെന്നും അവർക്ക് അവരുടെ സംസ്കാരവും ജീവിതശൈലിയും തുടർന്നും അനുവർത്തിക്കുവാനുള്ള അവസരം ഉണ്ടാക്കണമെന്നും യൂറോപ്പിൽ ഒരു പൊതുജനാഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള പല നേതാക്കളും മുസ്ലിങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുത്തതുകൊണ്ട് അടുത്ത കാലത്തായി മുസ്ലിം വിരുദ്ധ വികാരത്തിന് വമ്പിച്ച കുറവുണ്ടായിട്ടുണ്ട്.